മന്ത്രി ശ്രീ വി എൻ വാസവൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, ഈ കൊലപാതകം ഈ മരണം സംബന്ധിച്ച കാര്യങ്ങളിൽ കൊലപാതകമാണെന്ന സംശയം ഈ സാഹചര്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന വിവരങ്ങൾ കിട്ടുന്നുണ്ട്. മിനിസ്റ്റർക്ക് എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്? താങ്കളുടെ ജില്ലയാണല്ലോ. അത് കൊലപാതകമാണെന്ന് സംശയമല്ല, കൊലപാതകം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇപ്പോ സംഭവം നാടിനെ നടുക്കിയ അതിദാരുണമായ സംഭവമായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിജയകുമാർ കോട്ടയം പട്ടണത്തിലെ ഒരു ബിസിനസ്മാനാണ്. അദ്ദേഹത്തിനൊരു ഓഡിറ്റോറിയം ഉണ്ട്, ഹോട്ടലുകളുണ്ട്, ലോഡ്ജുകളുണ്ട്. അതെല്ലാമായിട്ടുള്ള ഒരു പ്രവാസി. അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥാപനങ്ങൾ മുമ്പ് ഞാൻ കോട്ടയം ബെല്ലായിരിക്കുമ്പോൾ ഞാൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങളൊക്കെ ആയിട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്നതാണ്. വിജയകുമാറും ഭാര്യയും ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. വൃദ്ധ ദമ്പതികളായി കഴിഞ്ഞിട്ടുണ്ട് അവര്. ഇതിനു മുമ്പ് ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ച് പോലീസിനോട് ഞാൻ ചോദിച്ചപ്പോ അവിടെ മുമ്പ് ആസാമി ആയിട്ടുള്ളൊരു തൊഴിലാളി വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നു. അയാൾ മുമ്പ് വിജയകുമാറിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിക്കുകയും പണം അടിച്ചു മാറ്റുകയും ചെയ്തതിന്റെ പേരിൽ ഒരു കേസ് കൊടുത്തിരുന്നു. അവനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം. അല്ലാതെ മറ്റാരെങ്കിലുമായിട്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പോ വഴക്കോ മറ്റസംതൃപ്തിയോ അസഹിഷ്ണുതയോ ഒന്നും ഉണ്ടായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. ഏറ്റവും മാന്യനായ ഒരു ബിസിനസ്മാൻ ആയിട്ടാണ് പൊതുവെ സമൂഹം അറിയപ്പെട്ടിരുന്നത്. ശാന്തനായ ഒരു കുടുംബനാഥൻ എന്ന രൂപത്തിൽ അയൽവാസികൾക്കെല്ലാം അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരുന്നു. അപ്പൊ ഇത്തരം ഒരു സംഭവം എന്തായിരുന്നാലും നമ്മളെ വേറെ വേദനിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുന്നതുമാണ്. പോലീസ് ഉന്നതന്മാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും പോലീസ് ഡോഗുമെല്ലാം എത്തിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി കുറ്റവാളികളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇനി പോലീസിന്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അതിനുവേണ്ടി ഊർജിതമായി പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മിനിസ്റ്റർ, സ്വാഭാവികമായിട്ടും താങ്കൾക്ക് ഇതിന്റെ ഒരു അപ്ഡേറ്റുകൾ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും കസ്റ്റഡിയിലുണ്ടോ? പോലീസിന് ആരെങ്കിലും കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണങ്ങളാണോ അന്വേഷിച്ച കേന്ദ്രീകരണത്തിന്റെ ഒരു സൂചനയാണ് ഞാൻ പറഞ്ഞ. ആസാമിലെ മുൻപത്തെ ഒരു തൊഴിലാളി പുള്ളി വീട്ടിൽ നിന്നിരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണും അതുപോലെ പണം അടിച്ചു മാറ്റിയ സംഭവമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുകയും അതിന്മേൽ അന്വേഷണം നടക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു മുമ്പ്. അന്ന് അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇയാളെ വിട്ടിരുന്നു. അപ്പോ ഇപ്പോ അത് മുമ്പിലുള്ള ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക് അതോടെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അന്വേഷണം. ആരായിരിക്കും ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തി? മുഖമൊക്കെ വികൃതമാക്കിയിരിക്കുന്നു, അതുപോലെ ഇവരെ പൂർണ്ണ നഗ്നരാക്കിയിരിക്കുന്നു. അത്രത്തോളം ഒരു വൈരാഗ്യബുദ്ധിയാതന ബുദ്ധിയോടുകൂടിയ ഒരു കൊലപാതകമായിട്ട് വേണം പോലീസിന്റെ ആദ്യ നിഗമനത്തിൽ അവരെ അനുമാനിക്കുന്നത്. അങ്ങനെയാണ് പോലീസ് അഭിപ്രായം രേഖപ്പെടുത്തിയത്. മിനിസ്റ്റർ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ഒരു അറിയപ്പെടുന്ന വ്യവസായിയാണല്ലോ. സ്വാഭാവികമായും ആ വീട്ടിൽ നിന്ന് മോഷണം നടന്നിട്ടുണ്ടോ, അവിടെ നിന്ന് വിലപ്പെട്ടത് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ എന്തെങ്കിലും? ഇപ്പൊ പോലീസ് അത് പരിശോധിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ പ്രഥമ ദൃഷ്ട്യാ വിലപ്പെട്ട സാധനങ്ങൾ കൊണ്ടുപോയിട്ടുള്ളതായി കാണുന്നില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. DVSP ആയിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോ ഇപ്പൊ പ്രഥമ ദൃഷ്ട്യാ കാണുന്നില്ല. ഇനി കൂടുതൽ അന്വേഷണം നടത്തി മറ്റേതെങ്കിലും പണം അപഹരിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധനകൾ നടക്കുന്നതേ ഉള്ളൂ. മിനിസ്റ്റർ, സ്വാഭാവികമായിട്ടും അപ്പോൾ താങ്കളും ഈ ഘട്ടത്തിൽ സംശയിക്കുന്നത് ഒരു വൈരാഗ്യം തീർത്ത കൊലപാതകമാണ് എന്ന നിലയിലാണ് അല്ലേ? എന്ന് തോന്നാവുന്ന രൂപത്തിലാണ് മുഖം ഇത്രത്തോളം വികൃതമാക്കുകയും അതുപോലെ നഗ്നരാക്കി ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വൈര്യനിര്യാതന ബുദ്ധിയുടെ പ്രതികാരബോധമൊക്കെ അതിനകത്ത് കാണുന്ന സംശയം പോലീസിനുണ്ട്. അത് പോലീസ് പ്രകടിപ്പിച്ചു. അവരുടെ അഭിപ്രായത്താണ് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളൂ. കാരണം അന്വേഷണം അവരാണ് അതിന്റെ വിശദീകരിക്കേണ്ടത്. അതെ, തീർച്ചയായും. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഈ കൊലപാതകം നടന്ന സമയം, അതിന്റെ സാഹചര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം മിനിസ്റ്ററുമായി ഈ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചിട്ടുണ്ടോ? ഇല്ല, അവരിപ്പോ വന്ന അന്വേഷണം തുടങ്ങിയുള്ളൂ. ഇടയ്ക്ക് വിളിക്കാന്ന് പറഞ്ഞു. അപ്പോ അവര് അയൽവക്കംകാർ ഒരാളാണ് ഈ വിവരം ആദ്യം കണ്ട് പോലീസിനെ അറിയിച്ചത്. അപ്പൊ രാവിലെ ഇവരെ കാണാതായതിനെ തുടർന്നുള്ള പരിശോധനയിലാണ് ഇവരിങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും ക്രൂരമായ കൊലപാതകമാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞതുമില്ല. രക്തം മാർന്നൊലിക്കുന്ന രൂപത്തിലായിരുന്നു ബോഡികൾ രണ്ടും കണ്ടെത്തിയത്. അപ്പോൾ പോലീസിന്റെ ആദ്യത്തെ പരിശോധനയിൽ തന്നെ കൊലപാതകമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവർ സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതകമാണെന്ന് ഞാൻ സൂചിപ്പിച്ചത്. ശരി മിനിസ്റ്റർ, ഇന്നലെ രാത്രി ആണോ ഈ കൊലപാതകം നടന്നിട്ടുണ്ടാവും? അതെ, ഇന്നലെ രാത്രിയിലാണ് നടന്നിരിക്കുന്നതാണ് പോലീസ് പറഞ്ഞത്. ശരി മിനിസ്റ്റർ, താങ്ക് യു വെരി മച്ച്. മന്ത്രി ശ്രീ വി എൻ വാസവനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം നേരത്തെ തന്നെ ജനപ്രതിനിധിയായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കുടുംബമാണ്. അവിടുത്തെ ഒരു പ്രമുഖ വ്യവസായിയാണ്. മാത്രമല്ല ജനങ്ങളുമായി നല്ല ബന്ധത്തിൽ കഴിഞ്ഞ ആളാണ് വിജയകുമാർ. അദ്ദേഹവും ഭാര്യയും മാത്രമാണ് ആ വീട്ടിൽ കഴിയുന്നത്. അവർ വൃദ്ധ ദമ്പതികളായി മാറിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകളുള്ളത് അമേരിക്കയിലാണ്. ഒരു മകൻ മരിച്ചുപോയി എന്നാണ് നേരത്തെ അറിഞ്ഞത്. അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതാണ്.